Hi everyone, this is Henna. Welcome to Henna's English. ഇന്ന് നമുക്ക് ബട്ട് എന്ന വാക്ക് വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന 5 സെന്റൻസുകൾ പഠിക്കാം. ഒന്നാമത്തെ സെന്റൻസ് നോക്കൂ. The police ran after him but he escaped. പോലീസ് അവൻ്റെ പിന്നാലെ ഓടി പക്ഷേ അവൻ രക്ഷപ്പെട്ടു. ഇവിടെ ബട്ട് എന്ന വാക്കിനെ പക്ഷേ എന്നാണ് അർത്ഥം. റാൻ എന്ന് പറഞ്ഞാൽ ഓടി. റൺ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ഫോമാണ് റാൻ. റൺ എന്ന് പറഞ്ഞാൽ ഓടുക, റാൻ ഓടി. ആഫ്റ്റർ ഹിം, ആഫ്റ്റർ എന്ന വാക്കിന് ശേഷം എന്നർത്ഥമുണ്ട്. എന്നാൽ ഇവിടെ ആഫ്റ്റർ എന്ന വാക്കിന് പിന്നാലെ എന്നർത്ഥമാണ്. ആഫ്റ്റർ ഹിം അവൻ്റെ പിന്നാലെ. ഹി എസ്കേപ്ഡ് അവൻ രക്ഷപ്പെട്ടു. എസ്കേപ്പ് എന്ന വാക്കിൻ്റെ പാസ്റ്റ് ഫോമാണ് എസ്കേപ്ഡ്. എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക, എസ്കേപ്ഡ് രക്ഷപ്പെട്ടു. ഇനി അടുത്ത സെൻറ്റൻസ്. ഹി ഈസ് ടയേർഡ് ബട്ട് ഹാപ്പി. അവൻ ക്ഷീണിതനാണ് എന്നാലും സന്തോഷവാനാണ്. ഈ സെൻറ്റൻസിൽ ബട്ട് എന്ന വാക്കിന് എന്നാലും എന്നാണ് അർത്ഥം. ടയേർഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച. ഹി ഈസ് ടയേർഡ് എന്ന് പറഞ്ഞാൽ അവൻ ക്ഷീണിതനാണ്. അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഐ ഹാഡ് നോ ചോയ്സ് ബട്ട് ടു സൈൻ ദി കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കുകയല്ലാതെ എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. ഈ സെൻറ്റൻസിൽ ബട്ട് എന്ന വാക്കിന് ഇന്നതല്ലാതെ എന്നാണ് അർത്ഥം. ഹാഡിന് ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഐ ഹാഡ് നോ ചോയ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. സൈൻ എന്ന് പറഞ്ഞാൽ ഒപ്പുവെക്കുക. ഇനി അടുത്ത സെൻറ്റൻസ്. എവരി വൺ വാസ് ദെയർ ബട്ട് ഹിം. അവനൊഴികെ എല്ലാവരും ഉണ്ടായിരുന്നു. ഈ സെൻറ്റൻസിൽ ബട്ട് എന്ന വാക്കിന് ഒഴികെ എന്നാണ് അർത്ഥം. എവരി വൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും. എവരി വൺ വാസ് ദെയർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടായിരുന്നു. ബട്ട് ഹിം അവനൊഴികെ. അടുത്ത സെൻറ്റൻസ്. മൈ നെയിം വാസ് ലാസ്റ്റ് ബട്ട് വൺ ഓൺ ദ ലിസ്റ്റ്. ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തേതിൻ്റെ തൊട്ട് മുമ്പത്തേതായിരുന്നു എൻ്റെ പേര്. ലാസ്റ്റ് ബട്ട് വൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തേതിൻ്റെ തൊട്ട് മുമ്പ്. അപ്പോൾ ഒരു ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ പേരിൻ്റെ തൊട്ട് മുമ്പത്തേതായിരുന്നു എൻ്റെ പേര്. അപ്പോൾ ഇത്രയുമാണ് ബട്ട് എന്ന വാക്ക് ഉപയോഗിക്കുന്ന വ്യത്യസ്ത സന്ദർഭങ്ങൾ.